ഇതുവരെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ മലയാളികൾ ഒരിക്കലും നന്നാവില്ല. നമ്മൾ മലയാളികൾ ഒരിക്കലും നന്നാവില്ല. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു മനോഹരമായ ആചാരം തന്നെയാണ് ഈ വെടിക്കെട്ട്. വെടിക്കെട്ട് തന്നെയല്ല, അദ്ദേഹം പറഞ്ഞു തിരുവമ്പാടിയുടെ അദ്ദേഹം പറഞ്ഞത് അറിയോ? അദ്ദേഹം പറഞ്ഞത് ആവശ്യമുള്ളവരെ ഒന്നാതി അവിശ്വാസികൾ വരണമെന്ന്. അങ്ങനെയാണ് ഒരു കട്ടണമൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ട് മറച്ചൊക്കെ വേണം ആ പരിപാടി നടത്താൻ. ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ 24 നടത്തിയോട്ടെ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ട് വെടിക്കെട്ട് നടത്തിയാ പോരെ, കാണിച്ചാ പോരെ? ആചാരങ്ങളുടെ പേരിൽ അനാചാരങ്ങൾ നടത്തി പൈസ ഉണ്ടാക്കുക മാത്രമാണ് ഈ ആചാര പരിപാടികളുടെ ലക്ഷ്യം. വേറെ ഒന്നുമില്ല. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ചോദിച്ചൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കൊണ്ട് പാറമേക്കാവോ തിരുവമ്പാടിയോ പൈസ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലാത്ത ആരോടും പറയരുത്, ഇല്ലാത്ത ആരോടും പറയരുത്. അതുകൊണ്ട് ഒരു സമൂഹം ജീവിക്കുന്നുണ്ടെന്ന് പറയൂ. അതാണ് ശരി. ആരാ ജീവിക്കുന്നത്? പറഞ്ഞു കേട്ടോ, കിട്ടിയാ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല. 50 ലക്ഷം രൂപ ചിങ്ങർക്ക് കൊടുക്കണം. 50 ലക്ഷം രൂപ പറ്റത്തില്ല. 60 ലക്ഷം രൂപ കൊടുക്കണം. സമ്മതിക്കുവാണെങ്കിൽ നടത്താം. മതിയായ കോമ്പൻസേഷൻ കൊടുക്കുക. ഒരാൾക്ക് 50 ലക്ഷം രൂപ വെച്ചെങ്കിലും ഈ പറഞ്ഞ 17 പേര് 2 ലക്ഷം രൂപ 2 ലക്ഷം. വണ്ടി അപകടമുണ്ടായാൽ പരിക്ക് പറ്റുന്നതുപോലെ നിയമമുണ്ട്. അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. നഷ്ടപരിഹാരത്തിന് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. നിയമമുണ്ട്. നഷ്ടപരിഹാരം കിട്ടാൻ അദ്ദേഹത്തിന് നിയമമുണ്ട്. ഈ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും കഴിയുന്നുണ്ട്. മിനിമം 25 ലക്ഷം രൂപയ്ക്ക് അല്ലാതെ വെറുതെ അല്ല അമ്പലങ്ങളിലും പെരുന്നാളും നടത്തുന്നത്. അതേന്ന് പറയട്ടെ. അല്ല, നിങ്ങൾക്ക് കേസ് കൊടുക്കാം, കോടതി നഷ്ടപരിഹാരം ചോദിക്കാം. കണ്ണുപോയി കാലുപോയി. എന്റെ അടുത്തിരുന്നൊരു ചേട്ടൻ പറഞ്ഞമാര് ഞാൻ ഇതിന് കേസ് കൊടുക്കാനായിട്ട് 10 പേരുടെ വക്കാലത്ത് ഒപ്പിട്ട് മേടിച്ചു. എന്റെ കൂടെ മെഡിക്കൽ കോളേജിൽ കിടന്ന ഈ 10 പേരും മരണപ്പെട്ടു. വക്കാലത്ത് ഒപ്പിട്ട് മേടിച്ചപ്പോ മരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ മരിച്ചുപോയി. അവര് മരിച്ചേ. അതാ പറയാ 111 പറഞ്ഞ പിന്നെ മരിച്ചവരെ എണ്ണൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഈ വക്കാലത്ത് കൊണ്ട് എവിടാ പോണ്ട്? കൊല്ലം കോടതി പോയിട്ടോ പരവൂർ മുനിസിപ്പൽ പോയിട്ടോ കാര്യമില്ല. അപ്പൊ എന്നോട് മാതൃഭൂമി പത്രത്തിലുള്ള ദൃശ്യപതി ഉണ്ണി എന്ന് പറയും പക്ഷെ പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ വക്കീലുണ്ട് ഹൈക്കോർട്ടില്. അദ്ദേഹത്തിന് ലക്ഷങ്ങളാണ് ഫീസ്. നമ്മുടെ MP അല്ലല്ലോ. അല്ലല്ല, അദ്ദേഹത്തിനോട് സൗജന്യമായിട്ട് വക്കീലിനെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അപ്പോഴത്തേക്ക് ലക്ഷങ്ങൾ കെട്ടിവെക്കണം. ഈ കേസ് അവിടെ എടുക്കണമെങ്കിൽ തന്നെ കോടതിന് മുമ്പിൽ ചെല്ലണമെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ല. എങ്ങനെയാലും ജീവൻ രക്ഷിക്കാൻ നോക്കുന്ന ഞാൻ എവിടെ പോവും? അദ്ദേഹം പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് വാദിക്കാൻ ഒരു വക്കീലാണ്. 110 പേരാ മരിച്ചെന്ന് സാർ പറയുന്നു. 190 പേര് മരിച്ചായിട്ട് സാറിനും അറിയാം. ഈ 190 പേര് എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും? അവരെ എവിടുന്ന് കണ്ടെത്തി? ഞാനിത് പറഞ്ഞൊരു കാരണം എന്തറിയോ? മലനാട് അമ്പലത്തില് അന്ന് ഉത്സവത്തിന് പോയവർ ആരൊക്കെയാന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. അവിടെ പൊട്ടിത്തെറിച്ച് ആരൊക്കെയാന്ന് ഇപ്പോഴും അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പലരെയും കാണാൻ പോയിട്ടുണ്ട്. അത് അതിൽപ്പെട്ടതാണെന്ന് പോലും പറയാൻ ഒരുപാട് ബംഗാളികള്, രാജസ്ഥാനികള്, ഒരുപാടെണ്ണം മരിച്ചിട്ടുണ്ട് അവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.